മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മൾ രാമായണത്തെക്കുറിച്ച് പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കുകയാണ്, അവസരം ഉണ്ടാക്കുകയാണ്. ചോദ്യങ്ങൾ ചോദിക്കുക, ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് ഇതെല്ലാം എഴുതിയിരിക്കുന്നത്. രാമായണം എന്ന പരിപാടിയിലും ചോദ്യോത്തരങ്ങളാണ്. ഹനുമാൻ എന്നത് ഭക്തിയുടെയും വീര്യത്തിൻ്റെയും പ്രതീകമാണല്ലോ രാമായണത്തിൽ. എന്തൊക്കെ സന്ദേശമാണ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത്? രാമായണത്തിൽ ഹനുമാൻ എന്ന ആ വാക്ക് മലേഷ്യൻ ഭാഷയിൽ ആൻഡമാൻ എന്നാണ്. ഹനുമാൻ്റെ റൂട്ട് ആൻഡമാനിലാണ്. നമ്മളൊരു വലിയ ചരിത്രം ഹനുമാനുണ്ട്. അതിനകത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതും വിശ്വസിക്കാൻ പറ്റാത്തതുമുണ്ട്. 5 തരത്തിലുള്ള ഭക്തിയാണ് നമ്മുടെ ധർമ്മത്തിലുള്ളത്. വാത്സല്യഭാവഭക്തി, ശാന്തഭാവഭക്തി, ദാസ്യഭാവഭക്തി, മാധുര്യഭാവഭക്തി, ഇങ്ങനെ 5 തരം ഭക്തികളിൽ ദാസ്യഭാവഭക്തി, ആ ദാസ്യഭാവഭക്തിയുടെ പ്രതീകമാണ് ഹനുമാൻ. വളരെയധികം താഴ്ന്ന ആത്മവിശ്വാസം ഇല്ലാതിരുന്ന ഹനുമാനെ ജാമ്പവാൻ ഉപദേശിച്ചിട്ടാണ് ആത്മവിശ്വാസമുള്ളവനാക്കി മാറ്റിയത്. ഇന്ന് ലോകത്തിലൊരു വാക്കുണ്ട്, വേൾഡ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഹനുമാൻ ഇഫക്റ്റ് എന്ന് പറയും. ഏത് സ്റ്റുഡൻറ്റിനും അവൻ ആത്മവിശ്വാസം ഇല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റുമോ, എനിക്ക് പ്രസംഗിക്കാൻ പറ്റുമോ, എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റുമോ എന്നുള്ള ഭയമുണ്ടെങ്കിൽ അവനെ കറക്റ്റായിട്ട് ഉപദേശിച്ച് അവനെ ഒരു ക്രിട്ടിക്കൽ ലെവൽ കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അസാധാരണമായ കപ്പാസിറ്റി ഉണ്ടാവും. ആ ഹനുമാനെ ആദ്യം ലക്ഷ്മണൻ കണ്ടപ്പോഴത്തേക്കും ഹനുമാൻ സംസാരിച്ച രീതിയെക്കുറിച്ച്, ലക്ഷ്മണൻ ഹനുമാനെ കണ്ടപ്പോൾ ഹനുമാൻ സംസാരിച്ച രീതിയെക്കുറിച്ച് രാമനോട് എന്താ പറയണത് അറിയാമോ? ഇത്രയും ധന്യമായിട്ടുള്ള സംസ്കൃത ഭാഷ മറ്റൊരാൾ ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഒരു ഗ്രാമർ തെറ്റ് പോലും ഇല്ല. കുലീനമായ ഭാഷ, കുലീനമായ പ്രയോഗം, കുലീനമായ മുഖഭാവം, പെരുമാറ്റം, ഇതെല്ലാം തികഞ്ഞ വ്യക്തിയാണ് ഹനുമാൻ. എന്നാൽ ഡൗൺ ടു എർത്ത്, അപ് ടു ദ സ്കൈ, ഭൂമിയോളം താഴാനും ആകാശത്തോളം ഉയരാനും സാധിച്ചു. ശരിക്കും ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും എത്താം എന്നുള്ളതിന് തെളിവാണ് ഹനുമാൻ എന്ന് പറയാം. കാരണം രാമനും കൂടെ ഉള്ളവർക്ക് ലങ്കയിലെത്താൻ പാലം വേണ്ടി വന്നു. ഭക്തിയുള്ള ഹനുമാൻ അത് വേണ്ടി വന്നില്ല. ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി, ഇതാണ് നമ്മളാക്കുന്നത്. വിവേകാനന്ദൻ പറയാറുള്ളത്, സെറ്റ് യുവർ ഗോൾ ആൻഡ് വർക്ക് ഫോർ ദാറ്റ്. നിങ്ങളൊരു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുക, നിങ്ങളവിടെ എത്തും. ആ ഹനുമാൻ അത് സാധിച്ചു. ഹനുമാന് മാത്രമാണ് അത് സാധിച്ചത്. അതുകൊണ്ടാണ് വികസിത രാഷ്ട്രങ്ങളെല്ലാം ഹനുമാൻ ഇഫക്റ്റ് എന്ന് പറയാറുണ്ട്. ശരിക്ക് ഹനുമാൻ ഒരു വാനരനല്ല, വനനരനാണ്. വനനരൻ, മനുഷ്യനേക്കാളും കപ്പാസിറ്റിയുള്ള ആളാണ്. അതിശയോക്തി കലർത്തി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. എങ്കിൽ പോലും ഹനുമാൻ ചെയ്തതിൻ്റെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അതേപോലെയല്ല 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾക്ക് അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ, കറക്ഷൻ വരുത്തിയിട്ട് ജീവിതത്തിൽ പകർത്താൻ സാധിക്കണം. ശരിക്കും പറഞ്ഞാൽ ഹനുമാൻ്റെ ഭക്തിയും ഹനുമാൻ്റെ പെരുമാറ്റം, ഹനുമാൻ്റെ ജീവിതശൈലി, ഗാംഭീര്യം, ധീരത, ഇതെല്ലാം ഒരു മാതൃകയാണ്. ലങ്കയിലെത്തിയ ഹനുമാൻ ആദ്യം പരിശോധിച്ചത് നല്ലവരുടെ വീട് ഏത്, ചീത്തവരുടെ വീട് ഏതെന്നാണ്. അപ്പം നല്ലവർക്ക് തൻ്റെ പ്രവൃത്തി കൊണ്ട് ഒരു തിന്മയും ഉണ്ടാവരുത്, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. എന്നാൽ ചീത്തവർക്ക് മുഴുവൻ ഉണ്ടാവുകയും വേണം. തന്നെ കളിയാക്കിയവർക്ക് കറക്റ്റായിട്ട് ഉത്തരം കൊടുത്തു. മാത്രമല്ല ഹനുമാനെക്കുറിച്ച് പറയാറുണ്ട്, സീതാദേവി കഴുത്തിലുള്ള മാല കൊടുത്തപ്പോൾ ദൂരെ മാറി നിന്ന് അത് കടിച്ച് കളഞ്ഞപ്പോൾ സീതാദേവിക്ക് ദേഷ്യം വന്നു. നീ തനി കുരങ്ങനാണ്, നീ എന്തിനാ അത് കടിച്ച് കളഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ആ മുത്തിനകത്ത് രാമനും സീതയും ഉണ്ടോയെന്ന് ഞാൻ നോക്കിയതാ, അത് രണ്ടും ഇല്ലാത്ത മുത്തും മാലയും എനിക്ക് വേണ്ട. അപ്പോൾ സീത കളിയാക്കി ചോദിക്കുന്നുണ്ട്, അതിനകത്ത് സീതയും രാമനും ഇല്ല, അത് നിനക്ക് വേണ്ട എങ്കിൽ നിൻ്റെ നെഞ്ചിനകത്ത് സീതയും രാമനും ഉണ്ടോ എന്ന്. നിങ്ങൾ ചില കലണ്ടറിൽ കണ്ടിട്ടില്ലേ ഹനുമാൻ ഇങ്ങനെ നെഞ്ച് പിളർക്കുന്നത്? സീതാദേവിയെ കാണിച്ചു കൊടുക്കുകയാണ്. കഥാരൂപത്തിലാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും എൻ്റെ മനസ്സിനകത്തുണ്ട്. ആ നെഞ്ച് പിളർന്ന് കാണിച്ചു കൊടുക്കുകയാണ്, സീതയും രാമനും എൻ്റെ നെഞ്ചിനകത്തുണ്ട്. സീത ഹനുമാനെ നമസ്കരിക്കുന്നത് അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഹനുമാൻ എന്ന് പറയുന്നത് അദ്ദേഹം കുരങ്ങനാണോ, ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. എല്ലാം തികഞ്ഞ ഒരു മനുഷ്യനായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കാൻ ധാരാളമുണ്ട്.